അങ്ങനെ കാത്തിരുന്ന നമ്മുടെ തിരുനക്കര അമ്പലത്തിലെ ഉത്സവം അവിടേക്ക് പോകാനായിട്ട് തിടുക്കപ്പെട്ട് ഒരുങ്ങുക കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പയുടെ പോലെ ഷർട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് ഷർട്ടൊക്കെ ഇട്ടാ കേട്ടോ ആൾ ഒരുങ്ങിയിരിക്കുന്നു. കുക്കസിന്റെ സിറ്റ് വന്നതിനാവും ഭയങ്കര ഹാപ്പി ആയിട്ട്. പോകാൻ പറ്റുമെന്ന് വിചാരിച്ചത് പോലും അല്ല, അതുപോലെ മഴയായിരുന്നു. അമ്പലത്തിൽ നല്ല തിരക്കായതുകൊണ്ട് വേറൊരു സ്ഥലത്ത് കാറിട്ടിട്ട് ഞങ്ങൾ നടന്ന കേട്ടോ അമ്പലത്തിലേക്ക് വന്നത്. തൊഴാൻ പോവുകയാണെങ്കിലും ചിന്തക്കടയിലോട്ടാ കണ്ണും. ഡാൻസ് പഠിച്ചോണ്ടാന്ന് തോന്നുന്നു. ഡാൻസിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക അനുഭൂതി തന്നെ. ആ നടയിലേക്ക് നോക്കുമ്പോൾ തന്നെ അവിടുത്തെ കൊട്ടും മേളവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീല് തന്നെയല്ലേ. കുറച്ചു നേരം അങ്ങനെ ആനക്കുട്ടന്മാരെ നോക്കി നിന്ന് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. തിരക്കിന്റെ കാരണം നമ്മുടെ ആക്ട്രസ് മേയുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച സാറിന്റെ തന്നെ കെയർ ഓഫിലായിരുന്നു കേട്ടോ മേ വന്നത്. RV പ്രദീപ് കുമാർ. വിഷു ഒക്കെ വരുമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കൃഷ്ണാപ്പിയെ മേടിച്ച് കുറച്ച് അലുകുലത്തെ സാധനങ്ങളും മേടിച്ച് കഴിച്ച് ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് അതുവഴി ചുറ്റി കറങ്ങി കുറേ നേരം നടന്നു. ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും കൂടെ വരാതെ ഒരു പൂർണ്ണത കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെയും പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് IRC കയറി ഫുഡും കഴിച്ച് വീട്ടിൽ പോന്നു.